ഹായ് ഹലോ അസ്സലാമു അലൈക്കും മൈസെൽഫ് സെഫീറ. ഇന്ന് 31/8/25 ഞായറാഴ്ച. നാളെയാണ് എൻ്റെ ഫ്രണ്ടിന്റെ മാരേജ്, അതായത് സെപ്റ്റംബർ 1-ാം തീയതി. അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും അവിടെ പോവേണ്ടതുണ്ട്. അതിനു മുന്നേ എനിക്ക് എൻ്റെ ഫാമിലിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മൂത്താപ്പൻ്റെ മോൻ്റെ മുടികളയിൽ. അതേപോലെ തന്നെ അവിടെ ഉച്ചക്കുന്നൊരു സൽക്കാരമുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ പോയി. അത് കഴിഞ്ഞൊരു 5:30 ഞാനും എൻ്റെ ഫ്രണ്ട്സും ഹിബന്റെ വീട്ടിൽ എത്തിയത്, അതായത് ബ്രൈഡിന്റെ വീട്ടിൽ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ബ്രൈഡ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതിന്, അതുകൊണ്ട് തന്നെ മുർഷി ആ സ്ഥാനം ഏറ്റെടുത്ത്. പിന്നെ ഞങ്ങൾ ഒരു അടിപൊളി പായസമൊക്കെ കുടിച്ച് മുർഷിക്ക് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരുന്ന്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ ബ്രൈഡിന്റെ മാറ്റിലൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു. പിന്നെ ബ്രൈഡിന്റെയും ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴെ പോയി. ഹിബന്റെ ഫാമിലി അത്യാവശ്യം വലിയതായതുകൊണ്ട് തന്നെ ഇന്ന് ഒരു കല്യാണത്തിനുള്ള ആൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഓരോ ഫാമിലി മെമ്പേഴ്സ് വന്ന് സ്വർണ്ണം ഇട്ട് കൊടുക്കുന്ന ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളും ബ്രൈഡും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച്. അങ്ങനെ ഫുഡ് അടിക്ക് ശേഷം ഹിബന്റെ വീട്ടിൽ ചെറിയൊരു ഗാനമേള ഉണ്ടായിരുന്നു. ഓളെ ഫാമിലി മെമ്പേഴ്സും പിന്നെ ഓളപ്പന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും അങ്ങനെ കുറെ ആൾക്കാർ വന്ന് പാട്ടൊക്കെ പാടി. ഇതിലൊന്നും ഞങ്ങൾക്ക് വലിയ കഴിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ സൈഡിൽ മാറി നിന്ന് ഇവർക്ക് കുറച്ച് പ്രോത്സാഹനമൊക്കെ കൊടുത്ത് അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്ന്. അതുപോലെ തന്നെ ബ്രൈഡിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, ബ്രൈഡിന്റെ ഫോട്ടോസ് എല്ലാവരും ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ കയറി അവിടുന്നും ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അങ്ങനെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ ഇറങ്ങി. ഓളെ വീട്ടിൽ അപ്പോഴും ജസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയും പിന്നെയും കുറേ ആൾക്കാർ വരുന്നു പോകുന്നു, പിന്നെ ഫോട്ടോസ് എടുക്കുന്നു, അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതിന് അവിടെ പ്രോഗ്രാം. അപ്പോൾ ഏതായാലും എൻ്റെ അനിയൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചെൻ്റെ വീട്ടിൽ തന്നെ പോകുന്നു. ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ വീട്ടിലാണ് സ്റ്റേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലേനു. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ മൂഞ്ചലാണ് പൊതുവെ. പക്ഷെ ഈ കാര്യം നടന്നതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഹിബന്റെ ഒരു കുറവ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടേനു. അങ്ങനെ ഓരോരുത്തർ ഫ്രഷ് ആയി വന്നതിന് ശേഷം പിന്നെ എല്ലാവരും മെഹന്തി ഇടാൻ വേണ്ടിയിരുന്ന് നെറ്റിൽ നിന്ന് നമ്മൾ കുറേ സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഈ ഒരു മോഡലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാവർക്കും ഫിംഗർമ ഒരേ മോഡൽ ഇടാന്നുള്ളതും അതുപോലെ തന്നെ നടുവിൽ നമ്മുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ അറബിക്കിൽ എഴുതാന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ഫിക്സ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് മെഹന്തി ഇട്ട്. എനിക്ക് നസീഹയാണ് മെഹന്തി ഇട്ട് തന്നിരുന്നത്. ഒരാൾ പിന്നെ നേരത്തെ തന്നെ മെഹന്തി ഇട്ടുണ്ട്, ഓള് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ബാക്ക് കൈയിൽ ഇടാൻ വേണ്ടി നിന്ന്. അങ്ങനെ ഒരു 1:57-2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാനിരുന്നത്. നമ്മൾ കുറേ എന്തൊക്കെയോ വർത്താനം പറഞ്ഞിരുന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയതിനു ശേഷം നമ്മൾ പിന്നെയും കുറേ വർത്താനം പറഞ്ഞത്. അങ്ങനെ എപ്പോഴോ ആണ് നമ്മൾ ഉറങ്ങിപ്പോയത്. പിറ്റേന്ന് രാവിലെ ഒരു 7:00 ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. ആദ്യം തന്നെ ഞാൻ നോക്കിയത് എൻ്റെ മെഹന്തിയാണ്. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു മെഹന്തി. കാരണം ഈ ഒരു മെഹന്തിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ എനിക്ക് അത്രയും ഭ്രാന്തുള്ളൊരു സംഭവമാണ്. പക്ഷെ എൻ്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ആരും എനിക്ക് ഇത് ഇട്ട് തരാനില്ല, എനിക്കാണെങ്കിൽ ആ കഴിവില്ല. ആദ്യമൊക്കെ ഞാൻ കുറേ വട്ടത്ത് ക്യാഷൊക്കെ കൊടുത്ത് ഡീച്ചിനു. പിന്നെ മനസ്സിലായി ഇതൊരു നടക്ക് പോകൂല എന്നുള്ളത്. അങ്ങനെ പിന്നെ എപ്പോഴും ഞാൻ ആ ഭ്രാന്തൊക്കെ നിർത്തിയതാണ്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും മാറ്റി വന്ന്. ഇന്ന് എല്ലാവരും ഒരേ മോഡൽ ഡ്രസ്സാണ്, അതായത് ഓഫ് വൈറ്റ് ടോപ്പും സ്കേർട്ടും സൈഡ് ഷോളും പിന്നെ ഒരു ഷിമ്മർ ഷോളും ആണ് നമ്മളെ ഡ്രസ്സ് കോഡ്. നമ്മൾ 5 ആൾക്കാരും ഇതേ ഡ്രസ്സ് തന്നെയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും ലഗേജ് ഒക്കെ എടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ഹെനന്റെ വീട്ടിലാണ് പോയത്. രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഹെനന്റെ വീട്ടിൽ പോകാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഹിബന്റെ സെക്കൻഡ് ഫോട്ടോഷൂട്ട് ഹെനന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പോയാലല്ലേ ഫോട്ടോസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഹെനന്റെ വീട്ടിൽ പോയി. ഇവനെ ഈ ഒരു കോസ്റ്റ്യൂമിലും അതുപോലെ തന്നെ ഈ ഒരു മേക്കപ്പിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. മാഷാ അല്ലാ. നോ ഗോൾഡ് ലുക്ക് ചെയ്യുന്നത് അയാറ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടീഷ്യനാണ് അവളെ മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നേരിട്ട് കാണാനും ഫോട്ടോയിലൊക്കെ കാണാൻ നല്ല ക്ലാസ് ലുക്ക് ഉണ്ടായിരുന്നു. ഞാനും ഹിബയും +1 മുതൽ ഒരുമിച്ചാണ്. പക്ഷേ +1 ഞങ്ങൾക്ക് അങ്ങനെ വലിയ കമ്പനി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചായപ്പോഴാണ് നമ്മൾ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഒരു 8-9 വർഷമായി ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. ഈ ഒരു ഫോട്ടോഷൂട്ടിന് യൂസ് ചെയ്തിട്ടുള്ള വീട് നല്ല ഭംഗിയുണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഓരോരുത്തരും സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും പിന്നെ അതുപോലെ തന്നെ 2 ആൾക്കാരും 3 ആൾക്കാരും അങ്ങനെ പല വിധത്തിലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു ഡ്രസ്സ് അതുപോലെ തന്നെ ഹിബൻ്റെ ഒരു കോസ്റ്റ്യൂമും നല്ല മാച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രൈഡും വെച്ചിട്ട് വേറെയും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഹിബൻ്റെ കസിൻസൊക്കെ ഒരു പിങ്ക് കളർ കോഡിലായിരുന്നു. പിങ്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡ്സിലാണ് ഓരോരുത്തരും ഉണ്ടായിരുന്നത്. ഓലെ കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹെന്നൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളത് കൊള്ളായി എന്നുള്ളത്. കാരണം വൈറ്റ് ഡ്രസ്സ് ആണല്ലോ, വൈറ്റും മയം തീരെ ഒക്കൂല. പക്ഷേ പിന്നെ ആ മഴ പെട്ടെന്ന് പോവുകയും ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ നല്ല വെയിലേനു. വെയിൽ വരും പോകും അങ്ങനെയും നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. കാരണം നമ്മൾ ഫോട്ടോ എടുത്ത് തുടങ്ങുമ്പോൾ നല്ല വെയിലാണ് വരും. പിന്നെ നമ്മൾ കുറച്ചു നേരം നിൽക്കുമ്പോഴാണ് വെയിൽ പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കുറേ സമയം അവിടെ വേസ്റ്റായി. പിന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ കുഞ്ഞു ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റീലിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ റീൽ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു 11:30-11:45 ആയപ്പോഴും നമ്മൾ ഫോട്ടോഷൂട്ടിലേനും. പിന്നെ ഹിബന ഓഡിറ്റോറിയത്തിൽ നിന്ന് ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പിന്നെ തിരിച്ചു പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടേനു.
പിന്നെ നമ്മൾ അങ്ങനെ തിരിച്ചു നേരെ ഓഡിറ്റോറിയത്തിൽ പോയി. ബ്രൈഡ് ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഗ്രൂം ഇവിടെ ഓഡിറ്റോറിയത്തിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. ബ്രൈഡും ഗ്രൂമും കൂടി ഒരു വെഡിങ് പ്രോഗ്രാമാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രൂമിന്റെ വീട്ടിൽ വൈകുന്നേരം പ്രോഗ്രാമാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറി. ആദ്യം നമ്മളെ ഗ്രൂമിന്റെ എൻട്രി ആണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ബ്രൈഡിന്റെ എൻട്രി. അപ്പൊ ഗ്രൂമിന്റെ എൻട്രിക്ക് നമ്മളെ ബ്രൈഡിന്റെ കസിൻസും കാര്യങ്ങളൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്. നമ്മളെ ഗ്രൂം സ്റ്റേജിൽ കയറിയതിന് ശേഷം ബ്രൈഡിന്റെ ബ്രദേഴ്സ് വന്നിട്ട് ഗ്രൂമിനെ വെൽക്കം കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മുടെ ബ്രൈഡിന്റെ ഫാമിലി, അതായത് ഇമ്മയും ഇപ്പയും 2 അനിയന്മാരും വൈറ്റ് ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം മാച്ചിങ് ചെയ്യുന്നു. പിന്നെ നമ്മളും ഗ്രൂമും ഒക്കെ ബ്രൈഡിന്റെ എൻട്രിക്കും വേണ്ടി വെയിറ്റിങ്ങിനു കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ക്യാമറാമാൻ്റെ ഓരോ നിർദ്ദേശങ്ങൾക്കും ശേഷം ബ്രൈഡ് ഇങ്ങനെ ചെറിയ രീതിയിൽ എൻട്രി ഒക്കെ വെച്ച് വന്നു. ബ്രൈഡിന്റെ സൈഡിൽ നിന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹിബന്റെ വീട്ടിക്ക് കുറെ വട്ടം പോയതുകൊണ്ട് തന്നെ ഓളെ വീട്ടുകാരും അതുപോലെ തന്നെ കുറച്ച് കസിൻസിനൊക്കെ എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. കസിൻസ് ചില ആൾക്കാർ ഞങ്ങൾ സീനിയേഴ്സ് ആയിട്ടും ചില ആൾക്കാർ ജൂനിയേഴ്സ് ഒക്കെ ആയിട്ട് അറിയാം. അതുപോലെ തന്നെ ഹിബന്റെ വേറൊരു കസിൻ എൻ്റെ കൂടെ യൂണിറ്റിയിൽ ഡിഗ്രിക്ക് പഠിച്ചതുമാണ്. ഹിബന്റെ നിക്കാഹ് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. അപ്പോൾ ആ സമയത്തും ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവളെ വീട്ടുകാരിലെ മെജോറിറ്റി ആൾക്കാർക്കും നമ്മളറിയാം, അതുപോലെ തന്നെ നമുക്ക് ഓലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ ഇല്ലേനും. അങ്ങനെ ക്യാമറാമാൻ്റെ കുറേ ഫോട്ടോ എടുപ്പിനും മുഫിക്കാന്റെ കുറേ കാത്തിരിപ്പിനും ശേഷം ബ്രൈഡ് ഗ്രൂമിന്റെ അടുത്തെത്തി ഗായ്സ്. പിന്നെ പാർട്ടി പോപ്പർ പൊട്ടിയപ്പോൾ ചെക്കൻ ചെറുതായി പേടിച്ചോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ഹിബന്റെ പാരൻസ് 2 ആളും ടീച്ചേഴ്സ് ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഓളപ്പ ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഫാമിലി വലുതായതുകൊണ്ടും അത്യാവശ്യം വലിയ കല്യാണം തന്നെയാണ്. അവൾക്ക് കുറേ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു വന്ന് പിന്നെ ഓരോരുത്തരെ ഫോട്ടോ എടുപ്പായി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ക്ലാസ്സിൽ എല്ലാവരും പോയി സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ മുഫിക്കാൻ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഗ്രൂമിന്റെ സൈഡിൽ ഈവനിങ് ആണ് ഫംഗ്ഷന്. ഒരു 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹിബനെ ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു 3:30 ആയപ്പോൾ ഹിബ റെഡിയായി വന്ന് ടച്ചപ്പിന് വേണ്ടി അയാറ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദുവാക്ക് ശേഷം ഓള് പോകാനിറങ്ങി. ഇന്നലെ തന്നെ ഓള് കുറച്ച് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് നന്നായിട്ട് കരയെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓള് ചെറിയ രീതിയിൽ മാത്രമാണ് കരഞ്ഞത്. ചെക്കൻ്റെ വീട്ടിലേക്ക് വരാൻ ഓളും പിന്നെ അതുപോലെ തന്നെ ഓനും കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇൻവൈറ്റും ചെയ്തതാണ്. ബട്ട് ഞങ്ങൾക്കൊക്കെ നല്ല ഹെഡേക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഒക്കെ ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ പറഞ്ഞയച്ചു. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെ ഒക്കെ ടാറ്റൊക്കെ കൊടുത്ത് നമ്മളോളെ മുഫിക്കാൻ്റെ കൂടെ പറഞ്ഞയച്ചു. അപ്പോൾ പോകുമ്പോഴും ഓള് അങ്ങോട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് തലവേദന ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ 2 ദിവസത്തെ വ്ളോഗ്, കല്യാണത്തലേന്നത്തും കല്യാണത്തിൻ്റെയും വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗ് ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. മാസലാം.